ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, S. ജയശങ്കർ തുടങ്ങിയവർക്ക് ക്യാബിനറ്റ് പദവി. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാർ. അയൽപക്കം ആദ്യം നയം ശക്തിപ്പെടുത്താൻ പുതിയ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി ലോക നേതാക്കൾ. ജമ്മുകശ്മീരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 9 പേർക്ക് ജീവഹാനി. അപലപിച്ച രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 6 റൺസ് ജയം. വാർത്തകൾ വിശദമായി. മൂന്നാം NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ 71 മന്ത്രിമാരാണ് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിശദാംശങ്ങളിലേക്ക്. മന്ത്രിമാരിൽ 30 പേർ ക്യാബിനറ്റ് പദവിയുള്ളവരും 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുമാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൌഹാൻ, നിർമ്മല സീതാരാമൻ, S. ജയശങ്കർ, മനോഹർ ലാൽ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, സർബാനന്ദ് സോനോവാൾ, വീരേന്ദ്രകുമാർ, പ്രഹ്ലാദ് ജോഷി, ജുവൽ ഒറാം, അശ്വിനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഭൂപേന്ദ്ര യാദവ്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അന്നപൂർണ ദേവി, കിരൺ റിജിജു, ഹർദീപ് സിംഗ് പുരി, മൻസുഖ് മാണ്ഡവ്യ, G. കിഷൻ റെഡ്ഡി, CR പാട്ടീൽ, റാവു ഇന്ദ്രജിത് സിംഗ്, ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മേഘ്വാൾ, ജിതിൻ പസാദ, ശ്രീപദ് യശോ നായിക്, പങ്കജ് ചൌധരി, കിഷൻ പാൽ, നിത്യാനന്ദ റായ്, V. സോമണ്ണ, SP സിംഗ്, ശോഭ കലന്തജെ, കീർത്തിവർദ്ധൻ സിംഗ്, BL വർമ്മ, ശന്തനു താക്കൂർ, സുരേഷ് ഗോപി, L. മുരുകൻ, അജയ് തംത, ബണ്ടി സഞ്ജയ് കുമാർ, കമലേഷ് പാസ്വാൻ, ഭഗീരഥ് ചൌധരി, സതീഷ് ചന്ദ്ര ദുബെ, സഞ്ജയ് സേഠ്, രവനീത് സിംഗ്, ദുർഗാദാസ് UK, രക്ഷ ഖഡ്സെ, സുകാന്ത മഞ്ജുദാർ, സാവിത്രി ഠാക്കൂർ, തോക്കൻ സാഹു, രാജ്ഭൂഷൺ ചൌധരി, ഭൂപതി രാജു, ശ്രീനിവാസ വർമ്മ, ഹർഷ് മൽഹോത്ര, നിബുബൻ ഭംബാണിയ, മുരളീധർ മെഹോൾ, ജോർജ് കുര്യൻ, പവിത്ര മാർഗരേറ്റ എന്നിവർ BJPയിൽ നിന്നും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഘടകകക്ഷികളിൽ നിന്നും HD കുമാരസ്വാമി, ജീതൻ റാം മാഞ്ചി, രാജീവ് രഞ്ജൻ സിംഗ്, റാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ, പ്രതാപ് റാവു ഗൺപത് റാവു ജാദവ്, ജയൻ ചൌധരി, രാംദാസ് അഠ്വാല, രാംനാഥ് ഠാക്കൂർ, അനുപ്രിയ പട്ടേൽ, ചന്ദ്രശേഖർ പെമ്മസാനി എന്നിവർ മന്ത്രിമാരായി. മന്ത്രിസഭയിൽ ആകെ 7 വനിതാ മന്ത്രിമാരാണുള്ളത്. ഇവരിൽ നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിയും ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രിമാരാണ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലെത്തിയ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും സഹമന്ത്രി പദവി. തൃശൂരിൽ നിന്ന് 75,000-ലധികം വോട്ടുകൾക്കാണ് ശ്രീ സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ജോർജ് കുര്യൻ. സമാധാനം, വികസനം, അഭിവൃദ്ധി എന്നിവയിലൂന്നിയുള്ള പ്രവർത്തനം ഇന്ത്യ തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെ രാത്രി അയൽ രാജ്യങ്ങളിലെ നേതാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽപക്കം ആദ്യം നയവും സാഗർ ദൌത്യവും ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ മോദി പറഞ്ഞു. ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, മാൽഡീവ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, സെയ്ഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജഗ്നാഥ്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ് കമാൽ ദഹാൽ പ്രചണ്ഡ്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ തുടങ്ങിയ പ്രമുഖ വിദേശ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ വിദേശ നേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അത്താഴ വിരുന്നൊരുക്കി. പുതിയ കേന്ദ്ര മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ ഇന്ന് ആദ്യ മന്ത്രിസഭായോഗം ചേർന്നേക്കും. വൈകുന്നേരത്തോടെയാണ് യോഗം നടക്കാൻ സാധ്യത. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിയെ വ്യവസായ സംഘടനകളായ ഫിക്കിയും അസോചവും അഭിനന്ദിച്ചു. കേന്ദ്രത്തിലെ സുസ്ഥിരമായ സർക്കാർ സാമ്പത്തിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇരു സംഘടനകളും അറിയിച്ചു. സിക്കിം മുഖ്യമന്ത്രിയായി പ്രേം സിംഗ് തമാങ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്.
മുഖ്യമന്ത്രിയോടൊപ്പം മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇത് രണ്ടാം തവണയാണ് ശ്രീ തമാങ് മുഖ്യമന്ത്രിയാകുന്നത്. ഒഡീഷയിൽ ബി.ജെ.പി. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബുധനാഴ്ച നടക്കും. ഭുവനേശ്വരിലെ ജനതാ മൈതാനിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ബി.ജെ.പിയുടെ 78-അംഗ നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷമായിരിക്കും ചടങ്ങ്. അതേസമയം മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. ഒഡീഷയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ നിരീക്ഷകരായി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗിനെയും ഭൂപേന്ദർ യാദവിനെയും ബി.ജെ.പി. നിയോഗിച്ചു. തിരഞ്ഞെടുപ്പിൽ മേൽനോട്ടം വഹിക്കാൻ പാർലമെന്ററി ബോർഡ് ഇരുവരെയും തിരഞ്ഞെടുത്തതായി ബി.ജെ.പി. പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തെ ന്യൂഡൽഹിയിൽ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി അഭിസംബോധന ചെയ്തു. പാർലമെന്റിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി അവർ പറഞ്ഞു. INDI സഖ്യത്തിന്റെ ഉയർന്ന പ്രാതിനിധ്യം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും പാർട്ടിക്ക് കരുത്തേകിയതായും ശ്രീമതി സോണിയാഗാന്ധി വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ റെയ്സി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിനു നേരെ ഭീകരാക്രമണം. വെടിവെപ്പിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. 33 പേർക്ക് പരിക്കേറ്റു. ശിവഖോരിയിലെ ഗുഹാക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തീർത്ഥാടകരുടെ ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുകയുമായിരുന്നുവെന്ന് റെയ്സിയിലെ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് മൊഹിത ശർമ്മ പറഞ്ഞു. സംഭവത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ് എന്നിവർ അപലപിച്ചു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ, DGP എന്നിവരുമായി സംസാരിച്ച ശ്രീ അമിത് ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് പ്രധാനമായും സമ്മേളനം ചേരുന്നത്. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 6 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസിന് എല്ലാവരും പുറത്തായി. 120 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് മാത്രമാണ് എടുത്തത്. 31 പന്തിൽ 42 റൺസ് നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 4 ഓവറിൽ 14 റൺസ് മാത്രം വഴങ്ങി ജസ്പ്രീത് ബുംറ 3 വിക്കറ്റ് വീഴ്ത്തി. രണ്ടാം വിജയത്തോടെ 4 പോയിന്റുമായി ഇന്ത്യ എ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്താണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവിനെ കീഴടക്കിയാണ് സ്പാനിഷ് താരം കിരീടം നേടിയത്. അൽക്കാരസിന്റെ കരിയറിലെ 3ാം കിരീടമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, S ജയശങ്കർ തുടങ്ങിയവർക്ക് ക്യാബിനറ്റ് പദവി. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാർ. അയൽപ്പക്കം ആദ്യം നയം ശക്തിപ്പെടുത്താൻ പുതിയ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി ലോക നേതാക്കൾ. ജമ്മുകാശ്മീരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 9 പേർക്ക് ജീവഹാനി. അപലപിച്ച രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 6 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.